ഹസ്ബൻഡിൻ്റെ പൈസയും വേണം എന്ന മനസ്സിനകത്ത് വേറെ ആരെ കൊണ്ട് നടക്കുന്നുണ്ട്. ആ ആൾക്ക് വേണ്ടിയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന അഡ്വക്കേറ്റ്സ് ആണെങ്കിലും ഭാര്യമാരാണെങ്കിലും എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനിത് ആരും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതുമല്ല കേട്ടോ. എൻ്റെ മനസ്സിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് എവറി ഡേ ഒരു 10-25 കോൾസ് എങ്കിലും ഞാൻ അഗ്രീവ്ഡ് ഹസ്ബൻഡ്സിൻ്റെ ഫോൺ എടുക്കുന്നതാണ്, അവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്നതാണ്. എപ്പോഴും മിക്കവാറും പറയുന്ന ഒരു വിഷമം ഹസ്ബൻഡ്സ്, മാം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഓരോ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്ത് ഉണ്ടാക്കി വച്ചിട്ടേ ഉള്ളൂ ഞാൻ, അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തില്ല. പിന്നെ എന്തിനാണ് എൻ്റെ എതിരെ കള്ളക്കേസുമായി ഭാര്യമാർ കേസ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഭാര്യമാരോട് പറയാനുള്ളൊരു ഒരു റിക്വസ്റ്റ്, നിങ്ങൾക്ക് ശരിക്കും ഭർത്താക്കന്മാർ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അഗെയിൻസ്റ്റ് പോകണം. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളെ മാനസികമായോ ശാരീരികമായോ അല്ലെങ്കിൽ വേറെ ഫിനാൻഷ്യൽ അബ്യൂസോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എതിരെ നിങ്ങൾ പോരാടണം. ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇതൊന്നുമല്ലാതെ ഹസ്ബൻഡിൻ്റെ പൈസയും വേണം എന്ന മനസ്സിനകത്ത് വേറെ ആരെ കൊണ്ട് നടക്കുന്നുണ്ട്. ആ ആൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിൻ്റെ എതിരെ കള്ളക്കേസ് ഫയൽ ചെയ്ത് നിങ്ങൾ സ്വന്തം ഭർത്താവിനെ തള്ളിപ്പറയാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയും നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ഭാര്യമാർ, കള്ളക്കേസ് കൊടുക്കുന്ന ഭാര്യമാരുടെ അഡ്വക്കേറ്റ്സിനോടും ഹംബിൾ റിക്വസ്റ്റാണ്. ഭാര്യമാർ വന്ന് പറയുന്ന കഥകൾ സത്യമാണോ അല്ലയോ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. ഭർത്താവിനെ ഉപദ്രവിക്കൂ, ഞാൻ വേണ്ടെന്ന് പറയണില്ല. ദേഷ്യം ഉണ്ടെങ്കിൽ, ശരിക്കും ഭർത്താക്കന്മാരുടെ നിന്ന് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒരു പണി കൊടുക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ എതിരൊന്നും പോകണില്ല. പിന്നെ ഭർത്താക്കന്മാരെ ഞാനങ്ങ് രക്ഷിച്ചെടുക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ അയാൾക്ക് ഒന്നും ഇല്ലാതെ ആക്കുക എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? അതുകൊണ്ട് എവിടുത്തെ ന്യായമാണ്? അവരുണ്ടാക്കി വെച്ച വീട്ടിൽ അവർക്ക് ജീവിക്കാൻ, അവർക്ക് കയറി വരാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രൊട്ടക്ഷൻ ഓർഡറും വാങ്ങിച്ചു വെച്ച നിങ്ങൾ എങ്ങനെ നന്നാവാനാ? ലോസ് ഒക്കെ നിങ്ങളുടെ ഭാഗത്തുണ്ട്, നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യമാരുടെ അഡ്വക്കേറ്റ്സും ദൈവത്തെ ഓർത്ത് മുകളിലുള്ള ദൈവത്തിനെങ്കിലും ഒന്ന് പേടിക്കും. ഇതേപോലെ ടോർച്ചർ ചെയ്യാതെ ഇരിക്കും ഭർത്താക്കന്മാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതല്ലാത്ത പക്ഷം അവരെ ഒന്ന് വെറുതെ വിടൂ പ്ലീസ്.